എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, കറ്റാർവാഴയെ കുറിച്ചുള്ളതാണ്. നമ്മുടെ വീടുകളിലൊക്കെ നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. എന്നാലും പല ആളുകളും ഈ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചിട്ട് പരാജയപ്പെട്ട ഒരുപാട് പേരുണ്ട്. പലർക്കും വെച്ച് പിടിപ്പിച്ച് ചെടി ഉണ്ടായി കഴിഞ്ഞാലും തൈകളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഞാനൊരു കുഞ്ഞു തൈ കൊണ്ടുവച്ചതാണെങ്കിലും എനിക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാത് ഞങ്ങളെ വീട്ടിലെ കറ്റാർവാഴ തൈകളാണ്. അപ്പോൾ ഇതൊരൊറ്റ തൈയിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഇത്രയും തൈകൾ. ഒരു മാസം കൊണ്ടൊന്നും കിട്ടിയതല്ല കേട്ടോ, കുറച്ച് മാസമായി. ഒരു കുഞ്ഞു തൈ കൊണ്ടുവച്ചതാണ് ഞാൻ. പിന്നെ അങ്ങനെ കുറേ തൈകൾ ഇതിന്ന് ഉണ്ടായതിന് ശേഷം ഇങ്ങനെ പിരിച്ചു വെച്ച് ഇപ്പം ഇത്രയും തൈകളായതാണ്. ഞാനിതിവിടെ കുഴിച്ചിട്ടത് ഗ്രോ ബാഗിലും ഇങ്ങനത്തെ ചാക്കിലൊക്കെയാണ്. ചട്ടിയിലധികം അങ്ങനെ വെക്കാറില്ല. ഇതുപോലത്തെ ചാക്കിൽ എന്തിൽ വേണമെങ്കിലും നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ നടാം, അതുമല്ല ഇനി വെറും നിലത്ത് വേണമെങ്കിലും നടാം. നിലത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം അധികം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊന്നും കുഴിച്ചിടരുത്. ഒക്കെ പിരിച്ചു വെച്ചതാണ്. ഇനി ഈ ഒരു ചാക്ക് ആകെ കീറി നാശമായിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് ഒരു തൈ ഞാൻ സാധാരണ എങ്ങനെയാണ് നടുന്നത് എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചട്ടിയിലാണ് ഈ ഒരു ചെടി ഇന്ന് നടുന്നത്. അപ്പോൾ അതിനുള്ള പോട്ടിംഗ് മിക്സ് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. ചാക്കിൽ നടുന്ന വീഡിയോ കാണിക്കുന്നതിനേക്കാളും ചട്ടിയിൽ നടുന്ന വീഡിയോ കാണിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ചേർത്തിട്ടുള്ളത് മണ്ണ് ചേർത്തിട്ടുണ്ട്, അതുപോലെ ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട്, കുറച്ച് തരിയുള്ള മണ്ണാണ് ഞാനിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല പൊടിമണ്ണ് എടുക്കരുത്, മണൽ വേണമെങ്കിലും എടുക്കാം. മണലെടുത്തില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല, ചകിരിച്ചോറായാലും മതി, രണ്ടും ആയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ കുറച്ച് കിച്ചൺ വേസ്റ്റ്, ഇപ്പോൾ ഉള്ളിയുടെ തോട്, തക്കാളി, ഇങ്ങനെയൊക്കെ നമ്മൾ കിച്ചണിലുള്ള വേസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് പല രീതിയിൽ നടുന്നവരുണ്ട്. ഇനി നമുക്ക് ഈ മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഈ ചട്ടിയുടെ പകുതി വരെ നമുക്കിത് നിറച്ച് കൊടുക്കാം. ഇനി ഈ തൈ ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വേരൊന്നും പൊട്ടാതെ നമുക്ക് ഇതൊന്ന് അടർത്തിയെടുക്കണം. ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, വേരോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയുള്ള ഈ ഉണങ്ങിയ ഇലകളും അതുപോലെ ഏറ്റവും അടിയിലുള്ള ഈ ഒരു ലീഫ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ മാറ്റി കൊടുക്കാം. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ നല്ല തൈയായിട്ട് വേരോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കുക. മണ്ണ് ഇനി അധികം ഇട്ട് കൊടുക്കണ്ട, ഇല മൂടാൻ തക്കത്ത രീതിയിൽ മണ്ണിട്ട് കൊടുക്കണ്ട, ഇങ്ങനെ പൊന്തി കിടക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നട്ടാൽ മതി. ഇത്രയും മണ്ണ് മതി. ഈ ഒരു തൈ നട്ടിട്ട് 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു തൈ നട്ടതായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വേറൊരു തൈയും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിനി വേറൊരു ചട്ടിയിലേക്ക് വേണമെങ്കിൽ ഈ ഒരു തൈയിനെ മാറ്റി കൊടുക്കാം. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഒഴിവാക്കുന്ന ചിരട്ട എടുത്തിട്ട് അതിൽ ഇങ്ങനെ കുറച്ച് മണ്ണ് നിറച്ചിട്ട് കുഞ്ഞു തൈകൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു തൈ നമുക്ക് എന്ത് ചെയ്യുക, പറിച്ചെടുക്കുക. ഇതിനെ ഇങ്ങനെ ചിരട്ടയിൽ നട്ടിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുറച്ച് വലിപ്പമായി കഴിഞ്ഞാൽ ഒരു ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ കവറിലേക്കോ ഒക്കെ മാറ്റി കൊടുക്കാം. വേറൊരു ചിരട്ടയിലും ഞാനിതുപോലെ നടുന്നുണ്ട്. അപ്പോൾ ചിരട്ടയിൽ ഇങ്ങനെ 2 തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിപ്പമായിട്ട് നമുക്ക് വേറൊരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. വേണമെങ്കിലും നമുക്ക് കറ്റാർവാഴ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന്
കൈ പിടിപ്പിച്ചെടുക്കാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, നമ്മൾ ഈ ഒരൊറ്റ തൈകളിൽ നിന്നാണ് നമ്മൾ ഇത്രയും തൈകൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പം ആർക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് പരിശ്രമിച്ചാൽ ആർക്കും ഇതുപോലെ എളുപ്പത്തിൽ കറ്റാർവാഴ തൈകൾ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. കാര്യമായിട്ടുള്ള പരിചരണമൊന്നും ഈ ഒരു തൈകൾക്ക് വേണ്ട. നമ്മൾ വെള്ളം കെട്ടി കിടക്കുന്നതും അതുപോലെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇത് നനച്ചു കൊടുക്കുക, എന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഒരു ഈർപ്പം നിലനിർത്തി കൊടുത്താൽ മതി. നല്ല ഡ്രൈ ആയി നിൽക്കുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അല്ലാതെ എന്നും ഇതിന് നനയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുപോലെ നല്ല വെയിലോ നല്ല തണലോ ഇതിന് ആവശ്യമില്ല. ഒരു മിതമായ വെയിലും ചൂടൊക്കെ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ കിച്ചണിലുള്ള വേസ്റ്റൊക്കെ നമ്മൾക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. മുട്ടയുടെ തോടൊക്കെ ഇതിന് നല്ല ബെറ്ററാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, തോടൊക്കെ പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് തൈകളൊക്കെ മാറ്റിയത് കൊണ്ടാണ് ഇതിൽ കാണാത്തത്. ഉള്ളിത്തോടും മുട്ടയുടെ തോടൊക്കെ ഞാനിതിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് പല രീതിയിൽ നടുന്നവരുണ്ട്, വെറും മണ്ണിൽ മാത്രം നടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നടുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.